ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട് വനിതാ യാത്രക്കാർ. പക്ഷെ അപ്പോഴും വരട്ടെ, നടപ്പാക്കട്ടെ എന്നൊക്കെയുള്ള പ്രതികരണങ്ങളും കേൾക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ തീരുമാനത്തോട് പ്രതികരിക്കുന്നത് വനിതാ യാത്രക്കാർ? ലിഡിയ, ഉന്മേഷ്, വളരെ പോസിറ്റീവായി പ്രതീക്ഷയോടെ തന്നെയാണ് സ്ത്രീ യാത്രക്കാർ ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. എന്നാൽ കൂടിയും ഇത് എത്രത്തോളം നടപ്പാകും, പ്രത്യേകിച്ച് ഇത് ഏതൊക്കെ ബസ്സുകളിലാണ്, ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റിലുണ്ടോ അല്ലെങ്കിൽ ഓർഡിനറി ബസ്സുകൾക്ക് മാത്രമായിട്ടാണോ ഇത് നടപ്പാക്കുക എന്നതടക്കമുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിലൊരു വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ജൂൺ 15 മുതലുള്ള സൗജന്യ യാത്രയിൽ വളരെ സന്തോഷം തന്നെയാണ് സ്ത്രീ യാത്രക്കാർ ഉള്ളത് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ KSRTC ഈ ജെൻഡർ കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ദിവസേന എത്ര സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നതടക്കമുള്ള കണക്കെടുപ്പും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ വളരെ പോസിറ്റീവായി സംസാരിച്ചതാണ്. ഇപ്പോഴും അതേ പോസിറ്റീവായാണ് സ്ത്രീകൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ചേച്ചി, ഈ ജൂൺ 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണ്, പ്രതികരിക്കാനില്ല. ജൂൺ 15 മുതൽ KSRTCയിൽ സൗജന്യ യാത്രയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? നല്ല രീതിയിൽ കാണുന്നു. സന്തോഷമാണോ? അതെ അതെ, അത്തരത്തിൽ തന്നെയാണ് വളരെ പോസിറ്റീവായാണ് സ്ത്രീകൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ ഈ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് ചെറിയ ആശങ്കകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകളുടെ ഏറ്റവും വലിയ വരുമാനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് അവർ സ്ത്രീകൾ തന്നെയാണ്. സ്വകാര്യ ബസ്സുകളിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അവരുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ചേട്ടാ, ഈ KSRTC ബസ്സിലെ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പ്രഖ്യാപനമാണ്. എങ്ങനെയാണ് ഈ സ്വകാര്യ ബസ്സുകൾ അതിനെ കാണുന്നത്? KSRTC വളരെ നല്ല കാര്യമാണ്. KSRTC ഇത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം തന്നെ KSRTC നഷ്ടത്തിലാണ്. ഞങ്ങൾ ഈ പ്രൈവറ്റ് വണ്ടിക്കാർ കഷ്ടപ്പാടാണ്. ഇപ്പം തന്നെ നഷ്ടത്തിലാണ്. പിന്നെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകാൻ പറ്റണം? ഇപ്പോൾ അവർ തന്നെ അവരുടെ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായ ജോലിക്കാർ ജീവനക്കാരൊക്കെ ഉണ്ട്. അവർ ഞങ്ങളോടൊക്കെ ശമ്പളം പോലും നേരെ ജോലി കിട്ടണില്ല. പിന്നെ ഇത് കോടികൾ നഷ്ടമാണെന്നാണ് പറയണത്. പിന്നെ ഈ KSRTC എങ്ങനെ കൊണ്ടുപോകും? ഈ വാഗ്ദാനം കൊടുത്തത് എങ്ങനെയാണ്? പ്രൈവറ്റ് ബസ്സിന് അത് ബാധിക്കും അല്ലെങ്കിൽ വരുമാനം കുറയുന്നുള്ളൊരു ആശങ്ക? ഞാൻ ഈ കയറാറില്ല. പ്രൈവറ്റ് ബസ്സിന് വരുമാനം കുറയുമെന്നൊരു ബസ്സിന് വരുമാനം ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവരൊന്നും കാണാനൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പൊ ഈ പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത് ഒന്നും കാണാനൊന്നും ചെയ്യാനില്ല. ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിന് അടുത്ത 5 വർഷവും അങ്ങേക്ക് ഭരിക്കാൻ പറ്റും. ഈ KSRTCയിൽ വേറൊരു കാര്യം കൂടി പറയാം. ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വ്യക്തി ഞാനൊരു പാർട്ടിക്കാരനാണ്. എന്നെ പാർട്ടിക്കാർ സഹായിച്ചിട്ടില്ല. അങ്ങേരെ എൻ്റെ ഒരു രണ്ടാമത്തെ കുട്ടിയുടെ ഒരു കാര്യത്തിന് അങ്ങേരെ വളരെ ഇതായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ KSRTC നഷ്ടത്തിലാണ്. അത് ഇത്തരത്തിലൊരു വാഗ്ദാനം കൊണ്ടുവരുമ്പോൾ, ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഭാവി എത്രത്തോളമായിരിക്കും, അതുപോലെ തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ ഭാവി എത്രത്തോളമായിരിക്കും എന്നുള്ള ആശങ്ക സ്വകാര്യ ബസ്സുകാർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ സ്ത്രീ യാത്രക്കാർ വളരെ പോസിറ്റീവായി ഇതിനോട് പ്രതികരിക്കുന്നു, വളരെ സന്തോഷപൂർവ്വം ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ കൂടി വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതൊക്കെ ബസ്സുകളിലാണ്, എത്ര ദൂരമാണ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുക, ഈ KSRTCയുടെ തന്നെ എല്ലാ തരത്തിലുള്ള ബസ്സുകളിലും ഇത് യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മളോടടക്കം സ്ത്രീ യാത്രക്കാർ ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വിശദാംശങ്ങൾ കൂടി വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെ സ്ത്രീ യാത്രക്കാർ ഇതിനോട് പ്രതികരിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ഒന്നുകൂടി പ്രതികരണങ്ങൾ നോക്കാം. ചേച്ചി, ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുണ്ട് 15-ാം തീയതി മുതൽ. എങ്ങനെയാണ്? KSRTC ബസ്സിൽ ജൂൺ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഇല്ല, എങ്ങനെയാണ് അത് സൗജന്യ യാത്ര വന്നാൽ അത് നല്ലതാണോ? സ്ത്രീകൾക്ക് എങ്ങനെയാ, സന്തോഷമാണോ? എന്താ പറയാ, ചിലവർക്ക് നല്ലത്, ചിലവർക്ക്. ചേച്ചിയെ സംബന്ധിച്ച് എന്താണ്, സന്തോഷമാണോ KSRTCയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുവാണെങ്കിൽ? അല്ല, അതെന്താണ്? എനിക്കല്ലാന്ന് തോന്നുന്നു. എനിക്കപ്പോൾ നഷ്ടമല്ലേ, KSRTC നഷ്ടത്തിലായതുകൊണ്ടാണ്. അത് തന്നെയാണ്. ചേച്ചി, KSRTCയിൽ ജൂൺ 15-ാം തീയതി മുതൽ സൗജന്യ യാത്രയുണ്ട് സ്ത്രീകൾക്ക്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതൊക്കെ നല്ല കാര്യമല്ലേ? എല്ലാ അമ്മമാർക്കും സൗകര്യമായിട്ട് പോകാൻ പറ്റുമല്ല. അതുകൊണ്ട് സന്തോഷകരമായ കാര്യങ്ങളാണ്. അത് തന്നെയാണ്. സ്ത്രീകൾ കുറേ പേർ സന്തോഷപൂർവ്വം ഇതിനെ സ്വീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ചെറിയ ആശങ്കകളും കാര്യങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുന്നവരുമുണ്ട്. KSRTC നഷ്ടത്തിലാണ്, അത് ആകുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്സുകളുടെ കാര്യത്തിലും വലിയ ആശങ്കകൾ തന്നെയാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്. അത് സ്ത്രീകളും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും സ്വകാര്യ ബസ്സുകാരും ഒക്കെ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.